ഞാൻ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ രാഷ്ട്രീയം ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും യുവജന രാഷ്ട്രീയത്തിലൂടെയും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ചില രാഷ്ട്രീയ ആശയ സംഹിതകളുണ്ട്. ഒരു മാതൃകാ രാഷ്ട്രീയ പ്രവർത്തകൻ എപ്പോഴും സമൂഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിരിക്കണം. ആളുകളുടെ വിഷയങ്ങളോട് അവരോട് അനുഭാവപൂർവ്വം വർത്തിക്കുന്ന ഒരാളായിരിക്കണം ഒരു രാഷ്ട്രീയക്കാരൻ എന്നതാണ് എൻ്റെ ചിന്താഗതി. അത്തരമൊരു ചിന്തയിൽ നിന്നാണ് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ സമൂഹത്തിന് എൻ്റേതായൊരു സന്ദേശം നൽകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇത്തരമൊരു ആശയത്തിലേക്ക് കടന്നു വന്നത്. അങ്ങനെയാണ് ഞാൻ ഭൂരഹിതരായ ആളുകളെ കണ്ടെത്തുകയും എൻ്റെ തന്നെ ഭൂമി അവർക്ക് നീക്കി വെച്ചുകൊണ്ട് ഇത്തരമൊരു ഉദ്യമത്തിലേക്ക് ഞാൻ കടന്നു വന്നത്. ഗാന്ധിഗ്രാം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൽ ഭൂരഹിതരായിട്ടുള്ള നിർധനരായ ആളുകൾക്ക് ഭൂമിയും വീടും ഒരുക്കുന്നതിന് എന്നെക്കൊണ്ട് ഒക്കുന്ന സഹായങ്ങൾ ചെയ്യുക. ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ എന്നെക്കൊണ്ട് ഒക്കുന്ന സഹായം എത്തിച്ച് അവർക്കൊരു കിടപ്പാടം ഒരുക്കുക എന്നുള്ളതാണ് ഞാൻ ഗാന്ധിഗ്രാം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗാന്ധിഗ്രാം പദ്ധതി ഞാൻ ആരംഭിക്കാൻ നിദാനമായ ചില സംഗതികളുണ്ട്. അതിൻ്റെ പ്രധാനമായിട്ടുള്ളത്, ഞാൻ ആറ്റിങ്ങൽ പട്ടണത്തിനടുത്തുള്ള മുതാക്കൽ ഗ്രാമപഞ്ചായത്തിൽ ഒരാവശ്യമായി പോയപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഒരു പ്രായമായ ഒരമ്മമ്മയുടെ അടുത്ത് ഒരു വിഭിന്ന ശേഷിയുള്ളൊരു കുട്ടി ഇരിക്കുന്നത് കണ്ടിട്ട് ഞാൻ വിശദമായ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ, അവൻ്റെ അമ്മയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ, അമ്മ ഈ വിഭിന്നശേഷിയുള്ള കുട്ടിയായതുകൊണ്ട് ഉപേക്ഷിക്കപ്പെട്ടു പോവുകയും അവർ പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും സഹായം പ്രതീക്ഷിച്ച് അവർ അപേക്ഷ കൊടുക്കാനായിട്ട് വന്നതാണെന്ന് എന്നോട് വിവരം പറയുകയും, ഞാൻ അവരുടെ മറ്റ് സംഗതികൾ ചോദിച്ചറിഞ്ഞപ്പോൾ അവർക്ക് കിടപ്പാടമില്ല. ഈ കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ആ സ്ഥലം വിറ്റ് അതിനുള്ള പണം കണ്ടെത്തുകയും ഇപ്പോൾ അവർക്ക് വാടക വീട്ടിലാണ് കിടക്കുന്നതെന്നും വാടക കൊടുക്കാൻ പോലും നിവൃത്തിയില്ല എന്ന് പറഞ്ഞതിൻ്റെ കേട്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഞാനൊരു സ്ഥലം നിങ്ങൾക്ക് തന്നാൽ അവിടെ നിങ്ങൾക്ക് വന്ന് കിടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഈ ലോകത്ത് എവിടെയാണെങ്കിലും നമുക്കൊരു കിടപ്പാടം കിട്ടിയാൽ അവിടെ വന്ന് കിടക്കാൻ തയ്യാറാണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അങ്ങനെയാണ് എന്നാൽ ഇവർക്കൊരു കിടപ്പാടം ഒരുക്കി കൊടുക്കുന്ന ഇതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. അതിനുശേഷം ബാക്കി 19 പേരെയും ഞാൻ ഗവൺമെൻറ്റിൻ്റെ ഭൂരഹിതരുടെ പട്ടികയിൽ നിന്ന് കണ്ടെത്തുകയും അവരെ നേരിട്ട് അവരുടെ സാഹചര്യങ്ങൾ നോക്കി മനസ്സിലാക്കുകയും ഏറ്റവും അർഹതപ്പെട്ടവരെന്ന് എനിക്ക് തോന്നിയ 19 പേർക്കുമായിട്ട് ഞാൻ ഭൂമി രജിസ്റ്റർ ചെയ്ത് നൽകുകയായിരുന്നു. അതിൽ തന്നെ പലതരം ബുദ്ധിമുട്ടുകൾ കാരണം ഭൂരഹിതരായവരാണ് അവരിൽ പലരും. ചിലർ മക്കളുടെ കല്യാണം നടത്തി ഭൂമി ഇല്ലാതായവർ, മറ്റു ചിലർ രോഗം മൂലം കിടപ്പാടം വിറ്റ് അതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തികം കണ്ടെത്തി കിടപ്പാടം നഷ്ടപ്പെട്ടവരാണ്. പല പല സാഹചര്യങ്ങളിലും ഭൂമിയും കിടപ്പാടവും ഇല്ലാതായവരാണ് ഇതിൽ മിക്കവരും. അവർക്കൊരു വീട് ഒരുക്കുക എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്തൊരു സംഗതിയായിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നത്. ഞാനൊരു 20 പേർക്ക് ഇത് ഉണ്ടാക്കിയാലൊന്നും തീരുന്നതല്ല നമ്മുടെ സമൂഹത്തിന് ചുറ്റും ഉള്ളവരുടെ പ്രശ്നങ്ങൾ. വളരെയേറെ ലക്ഷക്കണക്കിന് ആളുകൾ തന്നെ കേരളത്തിലുണ്ടാകും ഇത്തരം ഭൂരഹിതരായവർ. അവരൊക്കെ പല സാഹചര്യങ്ങൾ കിടപ്പാടമില്ലാതെ കഷ്ടപ്പെടുന്നവരാണ്. ഈ 20 വീടുകൾ ഒരുക്കി കഴിഞ്ഞാൽ എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മറ്റുള്ളവരെ കൂടി ഇത്തരം സഹായം ചെയ്യുവാൻ പ്രേരിപ്പിക്കുക എന്നതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യു മസ്റ്റ് ബി ദ ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ ദിസ് വേൾഡ് എന്ന മഹാത്മാഗാന്ധിയുടെ സന്ദേശമാണ് ഇതിനെനിക്ക് മറുപടിയായി നൽകാനുള്ളത്. ഒരു മാറ്റം നമ്മൾ ലോകത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. നമുക്ക് ആഹ്വാനം ചെയ്യാം, സന്ദേശം പ്രചരിപ്പിക്കാം, എല്ലാം ചെയ്യാം, മറ്റുള്ളവരോട് നമുക്ക് പല ആഹ്വാനങ്ങളും ചെയ്യാം. പക്ഷേ നമ്മളൊരു മാറ്റം ലോകത്ത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കം നമ്മളിൽ നിന്ന് തന്നെയായിരിക്കണം. മഹാത്മാഗാന്ധി നമ്മളെ പഠിപ്പിച്ചത് അതാണ്. അതുകൊണ്ട് തന്നെ ഈ മാറ്റത്തിന് ഞാൻ തുടക്കമിട്ടത് എന്നിൽ നിന്ന് തന്നെയാണ്. എനിക്ക് ആവശ്യത്തിലധികം ഉണ്ടെന്ന് എനിക്ക് തോന്നിയ എൻ്റെ വസ്തുവിൻ്റെ ഒരു ഭാഗം ഞാൻ അതിനുവേണ്ടി നീക്കി വെച്ചിട്ടാണ് ഈ 20 പേർക്ക് വീടൊരുക്കാനായി മുന്നോട്ട് വന്നത്. അതിൽ ഇപ്പോൾ രണ്ട് പേർക്കുള്ള വീട് പഞ്ചായത്ത് തന്നെ നിർമ്മിക്കാൻ ഉള്ള ഇത് മുന്നോട്ട് വന്നിട്ടുണ്ട്, അനുമതി തന്നിട്ടുണ്ട്. അതിനുള്ള സാമ്പത്തിക സഹായം ചിതറ ഗ്രാമപഞ്ചായത്താണ് ചെയ്തു തരുന്നത്. ഇതിലുള്ള 2 പേർക്കുള്ള
ഭവന നിർമ്മാണത്തിനുള്ള സഹായം പഞ്ചായത്ത് അനുവദിച്ചു കഴിഞ്ഞു. അതുപോലെ ഇതിൽ ചെറിയ ചെറിയ സഹായങ്ങളാണെങ്കിലും മറ്റ് സഹായങ്ങളാണെങ്കിലും സ്വീകരിച്ചുകൊണ്ട് വീടൊരുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞാലും ഞാൻ ഈ പ്രവർത്തനം അവസാനിപ്പിക്കുന്നില്ല. വീടൊരുക്കുന്നതോടൊപ്പം ഞാൻ മറ്റ് പല സംഗതികളിലേക്കും പ്രവർത്തിക്കുന്നതിന് വേണ്ടി, പല മേഖലകളിലേക്കും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഗാന്ധിഗ്രാം റൂറൽ ഡെവലപ്മെൻറ്റ് ട്രസ്റ്റ് എന്നുള്ള പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സമാന മനസ്കരായിട്ടുള്ള സന്നദ്ധ സേവനത്തിന് താല്പര്യമുള്ള ആളുകളെയാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ആഭിമുഖ്യത്തിൽ ജൈവ പച്ചക്കൃഷി, പാരമ്പര്യേതര ഊർജത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുക, സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ, ഇവയെല്ലാം ഗാന്ധിഗ്രാം റൂറൽ ഡെവലപ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ പേരിൽ നടത്തുന്നുണ്ട്. അടുത്ത ദിവസം തന്നെ നമ്മൾ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ ട്രൈബൽ കോളനിയിൽ പട്ടികവർഗത്തിലുള്ള കുട്ടികളിലുള്ള ഇത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പഠനവും അതിന് വേണ്ടിയിട്ടുള്ളൊരു മെഡിക്കൽ ക്യാമ്പും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ മാർച്ച് 3-ാം തീയതിയാണ് അത് നടക്കുന്നത്. അതുപോലുള്ള വിവിധ പരിപാടികൾ ഏതെല്ലാം തലത്തിൽ, ഗ്രാമീണ മേഖലയിലുള്ള ഏതെല്ലാം തലത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയുമോ അവിടെയെല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ ഇടപെടുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇത്തരമൊരു പ്രവർത്തനത്തിൽ മുന്നോട്ട് വന്നപ്പോൾ എന്നെ അഭിനന്ദിച്ച ഒട്ടനവധി നേതാക്കളുണ്ട്. അത് ദേശീയ നേതൃത്വത്തിൽ നിന്നായാലും സംസ്ഥാന തലത്തിൽ നിന്നുള്ളതായാലും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും എന്നെ അഭിനന്ദിക്കുകയും ചെയ്ത നേതൃത്വമാണ് അതിലുള്ളത്. അതിൽ പേരെടുത്ത് പറയേണ്ട നിരവധി നേതാക്കളുണ്ട്. ശ്രീ മുകുൾ വാസ്നിക്കാണെങ്കിലും ശ്രീ AK ആൻ്റണി, ഞാൻ ഗുരുതുല്യം ബഹുമാനിക്കുന്ന ആളാണ്. അദ്ദേഹം വളരെയേറെ പ്രോത്സാഹനങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയാണെങ്കിലും ശ്രീ ഉമ്മൻചാണ്ടി ആണെങ്കിലും കേരളത്തിലെ ഒട്ടനവധി നേതാക്കൾ എന്നെ ഈ ഉദ്യമത്തിന് വളരെയേറെ പ്രോത്സാഹനം തരുന്നുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങൾ കൂടെ കോൺഗ്രസ്സുകാർ ഇത്തരം പ്രവർത്തനങ്ങളോട് മുന്നോട്ട് വരേണ്ടതാണ്. കഴിഞ്ഞ കാലങ്ങളിലുള്ള നമ്മുടെ മുൻകാല നേതാക്കളെല്ലാം ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിയവരാണ്. അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണെങ്കിലും അതിനുശേഷവും രാജ്യത്തെ പടുത്തുയർത്താനും സമൂഹത്തിലെ അധകൃത വിഭാഗങ്ങളോടൊപ്പം നിന്നവരാണ് നമ്മുടെ മുൻകാല നേതാക്കൾ. അത്തരമൊരു പ്രവർത്തനം ഈ തലമുറയിലെ നേതാക്കളും യുവ നേതാക്കളും ഒക്കെ ഏറ്റെടുക്കേണ്ടതെന്നാണ് എനിക്കിതിനോട് പറയാനുള്ളത്. നല്ല സപ്പോർട്ടാണ് എനിക്ക് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്നത്. പൊതുജന സമൂഹത്തിൽ നിന്ന് വളരെ സന്തോഷകരമായ പിന്തുണയാണ് എനിക്ക് ലഭിക്കുന്നത്. എൻ്റെ പ്രവൃത്തി കണ്ടിട്ട് തന്നെ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയവർ വരെ ഉണ്ട്. വളരെ സന്തോഷം തരുന്ന പിന്തുണയാണ് എനിക്ക് ഞാൻ ഈ ട്രസ്റ്റുമായിട്ട് മുന്നോട്ടിറങ്ങിയപ്പോൾ ഈ ഒരു പ്രവൃത്തിയിലൂടെ എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. തീർച്ചയായിട്ടും ഞാൻ ഈ ഭൂമി കൊടുത്തപ്പോൾ അത് ഏറ്റുവാങ്ങുമ്പോൾ അവർക്കുണ്ടായ സന്തോഷം തന്നെ അതിനുള്ള തെളിവാണ്. പലരും ഇതിൻ്റെ രേഖകൾ കൈമാറുമ്പോൾ വിങ്ങിപ്പൊട്ടുന്നുണ്ടായിരുന്നു. അവർക്കൊരിക്കലും ഒരു ഭൂമിയോ ഒരു വീടോ പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാൻ അവർക്ക് ഇങ്ങനൊരു വാഗ്ദാനം നൽകിയത്. പലരും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥ, രോഗം മൂലം കിടപ്പാടം നഷ്ടപ്പെട്ട അവസ്ഥ, അതിലൊക്കെ അവർക്കൊരു കിടപ്പാടം ഒരുക്കാൻ ഒരു സഹോദരനെ പോലെ മുന്നിട്ട് ചെല്ലുമ്പോൾ അവർക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അവരോടൊക്കെ ഞാൻ പറഞ്ഞത്, ഞാനിത് നിങ്ങൾക്കൊരു സൗജന്യമായി തരുന്നതായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട, ദൈവം എന്നെ ഏൽപ്പിച്ചതിൽ ഒരു പങ്ക് നിങ്ങൾക്ക് കൂടി പങ്കുവയ്ക്കുന്നു എന്നാണ് ഞാൻ അവരോട് പറഞ്ഞ് ധൈര്യം നൽകിയത്. ഭൂരഹിതരുടെയും ഇടയിൽ മാത്രം പ്രവർത്തിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധ മേഖലകളിൽ, ഗ്രാമീണ മേഖലകളിൽ നമുക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന പല മേഖലകളുമുണ്ട്. ആ മേഖലകളിലെല്ലാം പ്രവർത്തിക്കുകയും അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഭക്ഷ്യ രംഗത്ത്, നമ്മൾ കാർഷിക രംഗത്ത് വളരെയേറെ വിഷം ഉപയോഗിച്ചിട്ടുള്ള കൃഷിയും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ജൈവ പച്ചക്കൃഷി കൃഷിയിലൂടെയും മറ്റ് സംഗതികളിലൂടെയും അതിനൊക്കെ കുറച്ചൊക്കെ ആശ്വാസം കണ്ടെത്താൻ കഴിയും. ഇപ്പോൾ കേരളത്തിൽ തന്നെ കാർഷിക മേഖല അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അത്തരം പ്രവർത്തികൾ സംഘടിപ്പിക്കുക, അതുപോലെ തന്നെ പാരമ്പര്യേതര ഊർജ രംഗത്ത് പ്രവർത്തിക്കുക, അതുപോലെ തന്നെ
പിന്നോക്ക അവസ്ഥയിലുള്ള പല മേഖലകളിലും ഫലപ്രദമായി ഇടപെടുവാൻ രാജ്യ പുരോഗതിയിൽ യുവജനങ്ങളെയും സ്ത്രീജനങ്ങളെയും ഒക്കെ പങ്കെടുപ്പിക്കാൻ പറ്റുന്ന പല പരിപാടികളും ഗാന്ധിഗ്രാം റൂറൽ ഡെവലപ്മെൻറ്റ് ട്രസ്റ്റിലൂടെ നടത്തണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ഇടയിൽ ശക്തമായി ഇടപെട്ട് അവരുടെ സാമ്പത്തികവും വിദ്യാഭ്യാസപരവുമായ പല മേഖലകളിലും ഇടപെടാൻ ഞാൻ ലക്ഷ്യമിടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും യുവജനങ്ങളെയും വിദ്യാർത്ഥികളെയും സംഘടിപ്പിച്ചുകൊണ്ട് അത്തരം പ്രവൃത്തികളിലൂടെ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി അരക്ഷിതാവസ്ഥകൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെ ഇടയിൽ പഠിച്ച് ഒരുപാട് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അവർക്കൊന്നും തൊഴിലില്ലാത്തൊരു സാഹചര്യമാണ്. അവർക്കൊക്കെ പ്രോത്സാഹനം നൽകാൻ വേണ്ടിയിട്ട് അവരുടെ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഭാരതി ഇൻഫോലോജിക്സ് എന്ന പേരിൽ ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ് പ്രൊമോട്ട് ചെയ്യുന്നുള്ളൊരു കമ്പനി ഫോം ചെയ്തിട്ടുണ്ട്. സാധാരണ ജനങ്ങളിൽ സാങ്കേതിക വിദ്യയുടെ ഗുണങ്ങൾ എത്തിക്കുകയാണ് നമ്മൾ അതുകൊണ്ട് ലക്ഷ്യമിടുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ കൂടെയൊക്കെ ഗാന്ധിഗ്രാമിന് ഒട്ടനവധി മുന്നോട്ട് പോകാൻ കഴിയും. നന്ദി.